രമേഷ്, നീ അവിടെ ചെന്ന് ലെക്ചേഴ്സിനടുത്ത് സംസാരിക്കണം. സുരേഷ്, നീ അവിടെ ചെന്ന് സ്റ്റുഡൻസിനടുത്ത് സംസാരിക്കാം. ഹലോ. ഹലോ ഗീത, നീ എവിടെയാ? ഞാൻ കോളേജിൽ ലൈബ്രറിയിലാ. നീ എവിടെയാ ഉള്ളത്? ഞാനിപ്പോൾ കോളേജിലുണ്ട്. നീ ഒന്ന് നന്ദിനിയുടെ ലോക്കർ കാണിച്ചു തരാമോ? അത് അഡ്മിൻ ബ്ലോക്കിലാ. ഞാൻ വരാം, നിൽക്കേ. ആ ശരി, വാ. ചേട്ടാ, ഈ അഡ്മിൻ ബ്ലോക്ക് എവിടെയാ? ഇങ്ങനെയാണ് പോകേണ്ടത്. എടാ ഗിരി, നീ ആ അഡ്മിൻ ബ്ലോക്കിൽ ചെന്ന് നന്ദിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേ. ഓക്കെ? ആ. രാജ, ആയി. നന്ദിനിയുടെ ലോക്കർ ഇവിടെയുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. ഇതാണ് നന്ദിനിയുടെ ലോക്കർ. ഇത് 1.5 ബിൽഡിംഗ് ആണല്ലോ. എന്താണ് നിന്റെ പ്രശ്നം? ഇതുപോലെ ഭൂത ബംഗ്ലാവ് രാത്രി കാണാനാ രസം. ശ്രദ്ധിച്ചു നോക്ക്, ഒരു പ്രത്യേകതര എനർജി വരുന്ന പോലില്ലേ? ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയ ഏത് പ്രേതവാ താമസിക്കാത്ത? എന്തിനാണ് എല്ലാ പ്രേതകഥകളും രാത്രിയാ ഷൂട്ട് ചെയ്യാ. ഇവന്മാരെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്ന് മിണ്ടായിരടാ. ലൈറ്റ് എങ്ങോട്ട് പോയാ? എന്തെങ്കിലും ശബ്ദമുണ്ടോ? ഹലോ, നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ഹലോ പ്രേതങ്ങളെ. രമേഷ്, ആരാന്ന് കരുതി പേടിച്ചു പോയടാ. ശരിക്കും എന്താ ആരാത്? എടാ രമേഷ്, സുരേഷ്, രാജ, നിങ്ങളൊക്കെ എവിടാടാ? ഇപ്പൊ ഇതിലെ പ്രേതം കടന്നു പോയടാ. ഇവിടെ പ്രേതം ഉണ്ടടാ, ഞാൻ ശരിക്കും കണ്ടു. ഒന്നും മിണ്ടാതിരടാ തന്നെ. എടാ രാജ, ശരിക്കും പ്രേതം ഞാനായിരുന്നടാ. അതെ, എനിക്കറിയായിരുന്നു പ്രേതം ഉണ്ട്. ഇപ്പൊ ഇവിടെ വരണ്ടേ? എടാ, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ വീട്ടിൽ മുകളിലുള്ള CCTV ക്യാമറ എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം അറിയാം. എന്താ പ്രേതം എവിടാ? നിന്റെ ഉദ്ദേശം എല്ലാവർക്കും അതാ ഉദ്ദേശിക്കുന്നത്. എവിടേക്കാണോ അവിടെയൊക്കെ തന്നെ ആട്ടെ. പ്രേതം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. നോക്കട്ടെ. എടാ, നീ ഇത് കേൾക്കുന്നില്ലേ? അത് തന്നെയാടാ ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എടാ, ശരിക്കും പ്രേതം തന്നെ ആയിരിക്കൂടാ. അത് പ്രേതത്തിന്റെ കൊലച്ചിരിയാ. അമ്മേ, പറഞ്ഞതെല്ലാം അബദ്ധമായല്ലോ. എടാ, എന്നെ മുറുക്ക പിടി. എടാ രാജ, നിക്കടാ. എടാ, പിടിവിടല്ലേ. എടാ, നിക്കടാ. എടാ, എവിടെ പോവാ? എടാ, ഞങ്ങൾ കൂടെ വരട്ടെ. അവിടെ എന്താടാ? ഓഹോ, ഈ ഹോസ്റ്റലിലെ പിശാച് ഇവളായിരുന്നോ? ഇത് പെൺപ്രേതമാണോ? നല്ല സുന്ദരി പ്രേതം. രാജ, നന്ദിനിയുടെ അടുത്ത് എന്തു പറഞ്ഞിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവളുടെ മൂഡ് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെ?